ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘ ഉണ്ണി. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതായത് എല്ലാവരും ഇന്നത്തെ കാലത്ത് ഹെയറിൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഹെയർ ഷാമ്പൂസ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചേരുന്നതായിരിക്കില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഹെയർ ഷാമ്പൂസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കില്ല അത് യൂസ് ചെയ്യുമ്പോൾ. നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് നേരെ തിരിച്ചിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ്, ഹെയർ ടൈപ്പ് ഒന്നും എന്താണ് കറക്റ്റ് അറിയാതെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ ഏതാണെന്നുള്ളത് വീട്ടിൽ തന്നെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന സ്കാൽപ്പ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കാൽപ്പ് ടൈപ്പ് കൊണ്ട് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഹെയർ സ്കാൽപ്പ് ടൈപ്പ് ഏതാണെന്ന് അറിയാന്നുള്ളതിന് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ നോർമൽ രീതിക്ക് നിങ്ങൾ എങ്ങനെയാണ് വാഷ് ചെയ്യാറുള്ളത് ആ രീതിക്ക് നിങ്ങൾ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ഹെയർ സ്കാൽപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഹെയർ ബേസിൽ കുറച്ചൊരു എന്താ പറയുക ചെറുതായിട്ട് ഗ്രീസി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്ത് 3-4 ദിവസത്തിന് ശേഷം നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഗ്രീസിനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള സ്കാൽപ്പ് ടൈപ്പ് ആണ്. ഓക്കെ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ഡേയ്സിന് ശേഷം നിങ്ങളുടെ ഹെയർ നോക്കുകയാണ് വാഷ് ചെയ്തതിന് ശേഷം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര എന്താ പറയുക ഫ്രിസി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്കാൽപ്പ് എന്നുണ്ടെങ്കിൽ, ഹെയർ ബേസ് അതുപോലെ സ്കാൽപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഡ്രൈ സ്കാൽപ്പ് ടൈപ്പ് ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങളത് നോർമൽ രീതിക്ക് 3-4 ഡേയ്സിന് ശേഷം വാഷിന് ശേഷം ഒരു ഗ്രീസിനെസ് ചെറുതായിട്ട് ഹെയറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഹെയർ ആണ്. അതല്ല ഡ്രൈ ആൻഡ് ഫ്രിസ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഹെയർ ബേസ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് എന്ന് പറയുന്നത് ഡ്രൈ സ്കാൽപ്പ് ടൈപ്പിൽ വരുന്നതാണ്. ഇനി നിങ്ങളുടെ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ ഈവനിങ് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ ഹെയർ സ്കാൽപ്പിൽ അല്ലെങ്കിൽ ഹെയർ ബേസിൽ എന്താ പറയുക ഭയങ്കര ഗ്രീസി ആയിട്ട് ഭയങ്കര ഓയിലി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഓയിലി സ്കാൽപ്പ് ടൈപ്പ് ആണ്. ഓക്കെ, അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് നമ്മുടെ സ്കാൽപ്പിൽ നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്, ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഓയിലി സ്കാൽപ്പ് ടൈപ്പ് ആണ്. ഇനി നിങ്ങൾക്ക് നല്ല ഗ്രീസി സ്കെയിലി ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കാൽപ്പ് ടൈപ്പ് തന്നെയാണ്. ഇനി നിങ്ങളുടെ സ്കാൽപ്പിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇച്ചിനെസ്, അതായത് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്, ഇറിറ്റേഷൻ ഉണ്ട്, അതുപോലെ ഇങ്ങനെ പുകയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നില്ലേ, ബേണിംഗ് സെൻസേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് സെൻസിറ്റീവ് സ്കാൽപ്പ് ടൈപ്പ് ആണ്. അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് സ്കാൽപ്പ് ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ് ഏതാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള ഓയിലി സ്കാൽപ്പ്, ഡ്രൈ സ്കാൽപ്പ്, സെൻസിറ്റീവ് സ്കാൽപ്പ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഓരോ സ്കാൽപ്പ് ടൈപ്പിനും നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതായത് നിങ്ങൾക്ക് അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് കൊണ്ടു നടക്കാം ഒരു ഹെയർ കെയർ എന്നുള്ള രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഷാമ്പൂസ് ഒക്കെ ഞാൻ പറഞ്ഞു, ഷാമ്പൂസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ സ്കാൽപ്പ് ടൈപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷാമ്പൂ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് ഓയിലി സ്കാൽപ്പ് ആണ് അല്ലേ. ഓയിലി സ്കാൽപ്പ് ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ സ്കാൽപ്പിലുള്ള ആ ഒരു ഗ്രീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഷാമ്പൂസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാരിഫയിങ് ഷാമ്പൂസ് ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യാം കേട്ടോ. അത് നന്നായിട്ട് നിങ്ങളുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സസ് ഓയിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പാണ് പക്ഷെ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ കണ്ടീഷണർ എടുക്കുമ്പോൾ ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷണർ അങ്ങനെ നിങ്ങൾക്ക് മാറ്റി മറിച്ച് യൂസ് ചെയ്യാം. അതായത് ഓയിലി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് നിങ്ങളുടെ ഹെയർ ഷാമ്പൂയിങ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷണർ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡ്രൈനെസ് നിങ്ങളുടെ ഹെയറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെയർ സിറംസ് യൂസ് ചെയ്യാവുന്നതാണ് ആ ഒരു ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് താരൻ അഥവാ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഓയിൽ നിങ്ങളുടെ സ്കാൽപ്പിൽ ഇടാതിരിക്കുക. അത് കൂടുതൽ നിങ്ങളുടെ ഡാൻഡ്രഫ് കൂട്ടാനേ കാരണമാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് യൂസ് ചെയ്ത് നോക്കാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് ആവുന്നില്ല, ഒട്ടും തന്നെ താരൻ കുറയുന്നില്ല, ഡാൻഡ്രഫ് കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഒരു ഡോക്ടറെ, ഹെയറിനോ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനോ പോയിട്ട് കാണിക്കുക. എന്നിട്ട് അവർ നിങ്ങൾക്ക് ഈ ഡാൻഡ്രഫ് കുറയാനുള്ള മെഡിസിൻസ് ഉള്ളിലോട്ടുള്ളത് പ്രിസ്ക്രൈബ് ചെയ്ത് തരില്ല, അത് യൂസ് ചെയ്യായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ടൈപ്പ് ആണ്
നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക 1-2 മണിക്കൂർ മുന്നേ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയർ ഓൾസോ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഹെയറിലും നന്നായിട്ട് ഓയിലിംഗ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്ര ഇപ്പോൾ നീരിറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരുപാട് സമയം ഹെയർ ഓയിൽ അവരുടെ തലയിൽ വെക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ 30 മിനിറ്റ്സ് ഒക്കെ മിനിമം അത്രയെങ്കിലും വെക്കാൻ വേണ്ടി നോക്കുക. മാക്സിമം നിങ്ങൾക്ക് ഒരു മണിക്കൂറോ 2 മണിക്കൂറൊക്കെ നിങ്ങളുടെ തലയിലും അതായത് സ്കാൽപ്പിലും ഓൾസോ നിങ്ങളുടെ ഹെയറിലും എന്ത് ചെയ്യുക, ഹെയർ ഓയിൽ ഇട്ടിട്ട് അത് നിങ്ങളുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. എന്നിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളുടേത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പു സെലക്ട് ചെയ്യുമ്പോൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അത് നിങ്ങളുടെ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇറിറ്റേഷനോ ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യില്ലേ. അപ്പോൾ നിങ്ങളുടേത് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, സെൻസിറ്റീവ് സ്കാൽപ്പ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നോർമൽ ആയിട്ട് നമ്മുടെ പ്ലെയിൻ കോക്കനട്ട് ഓയിൽ അഥവാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഹെയർ വാഷിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. സെൻസിറ്റീവ് സ്കാൽപ്പ് ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഒരുപാട് പ്രോഡക്ട്സ് ഇങ്ങനെ ഹെയർ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അതായത് മിനിമം പ്രൊഡക്റ്റിലോട്ട് അത്രയും നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന മിനിമം പ്രൊഡക്റ്റ് മാത്രം ഹെയർ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാനായിട്ട് മടിക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.